എൻ്റെ ഈ ബാക്കിൽ കാണുന്ന മാർക്കറ്റ് ഉണ്ടല്ലോ, ഫുള്ള് മുസമ്പിയുടെ ഏജൻറ്റുമാരും ഫുള്ള് മുസമ്പിലോടാണ് കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ അലോക്കിൻ്റെ മാർക്കറ്റ്, ആദ്യമായിട്ടാണ് ഇത്രയും വലിയ മുസമ്പിയുടെ ഒരു മാർക്കറ്റ് കാണുന്നത്. അനന്തപൂർ ഫ്രൂട്ട്സ് മാർക്കറ്റ്, അതായത് ഒരു ചന്തയെ മാതൃകയാക്കിയിട്ടുള്ള ഒരു രൂപത്തിലാണ് ഇതിൻ്റെ രീതി. ഇതിൻ്റെ അപ്പുറത്തായിട്ട് കന്നുകാലി ചന്ത, ഇപ്പുറത്തായിട്ട് വെജിറ്റബിൾ ചന്ത, ഇങ്ങനെയുള്ള ഒരു ഹോൾസെയിൽ കിട്ടുന്ന ഒരുപാട് ഷോപ്പുകൾ കൂടിയിട്ടുള്ള ഒരു ഏരിയ. അതാണ് ഈ ഒരു ഏരിയയുടെ പ്രത്യേകത. രാജസ്ഥാനികളായിട്ടുള്ള ആളുകൾ ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ വിൽക്കാൻ കൊണ്ടുവന്നിട്ട് പല സ്ഥലങ്ങളിലായിട്ട് കാണുന്നുണ്ട്. അവരുടെ ആ ഒരു ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റിന് കുറഞ്ഞ റേറ്റ് വരുന്നുള്ളൂ എന്നുള്ളത് അവരുടെ ആ ഒരു സാധനങ്ങളുടെ പ്രത്യേകതയാണ്. നമ്മളിങ്ങനെ ചന്തയുടെ ഉൾഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇരു സൈഡുകളിലുമായിട്ട് ലോറികളെല്ലാം തന്നെ പാർക്കിംഗ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ചന്തയിൽ തന്നെ അത് തൂക്കാനായിട്ടുള്ള ഒരു സ്കെയിൽ കാണാൻ സാധിക്കുന്നുണ്ട്, ലോറികൾ ഒന്നിച്ച് തൂക്കാൻ വേണ്ടിയിട്ടായിട്ടുള്ള. സ്ത്രീകളായിട്ടുള്ള ആളുകൾ ഒരുപാട് ഈ ഒരു ലോഡിങ് അൺലോഡിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നതായിട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവർ ഇത്രത്തോളം വെയിറ്റ് എടുക്കുന്നതൊക്കെ ഈ ഒരു ഏരിയയിൽ നമ്മൾ സുപരിചിതമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. മാർക്കറ്റിൻ്റെ ഒരു കിടപ്പുവശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വർണ്ണങ്ങളാൽ അലങ്കരിച്ചിട്ടുള്ള ഷോപ്പുകളാണ് കാണാൻ സാധിക്കുന്നത്. എല്ലാം തന്നെ പെയിൻറ്റിങ്ങിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ലാംഗ്വേജ് തെലുങ്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ തെലുങ്ക് ഇവിടെ മാക്സിമം ഉപയോഗിക്കുന്നുണ്ട് ഇവരുടെ ആ ഒരു ഡിസൈനിങ്ങിലെല്ലാം തന്നെ. ഈ ഒരു ഏരിയയിലേക്ക് വന്ന് നോക്കിയപ്പോൾ ഇവിടെ മുസമ്പിയാണ് കാണാൻ സാധിക്കുന്നത്. മുസമ്പി ഇങ്ങനെ പൊതിഞ്ഞിട്ടത് കണ്ടപ്പോഴാണ് ഞാൻ ഈ ഒരു ഏരിയയിലേക്ക് ഇങ്ങനെ അടുത്ത് നോക്കിയത്. അപ്പോൾ ഉൾഭാഗത്തേക്ക് ചെന്നപ്പോൾ അവിടെ മുസമ്പിയുടെ ഒരുപാട് കൂട്ടങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. പിന്നീട് വണ്ടികളിലെല്ലാം തന്നെ ലൂസായിട്ട് വരുന്ന ഒരു കാഴ്ചയും കാണുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഇത്രത്തോളം മുസമ്പി ഇങ്ങനെ ഒരുമിച്ച് വരുന്ന കാഴ്ച കാണുന്നത്. ഈ കടകളെല്ലാം തന്നെ ഹോൾസെയിലായിട്ട് ചെയ്യുന്ന കടകളാണ്. ഇവിടുന്ന് ഒരു ലോറിയിൽ നിന്ന് ഇറക്കി മറ്റേ ലോറിയിലേക്ക് കയറ്റുന്ന കാഴ്ചയുണ്ട്, ഒന്നിച്ച് ഇറക്കിയിടുന്ന കാഴ്ചയുണ്ട്. ഒരുപാട് കൂട്ടമായിട്ട് ഇങ്ങനെ വെച്ചത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് എന്നുള്ളതാണ്. ഈ ഒരു ഹോൾസെയിൽ മാർക്കറ്റിൻ്റെ വേറൊരു പ്രത്യേകതയാണ്, നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ പണ്ട് കാലങ്ങളിൽ തന്നെ വന്നിട്ട് ഇവിടെ ഡീലർഷിപ്പ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടുന്ന് നമ്മൾ കയറ്റിക്കൊണ്ട് വരുന്നത് പൈനാപ്പിളാണ് എന്നുള്ളതും ഇവിടെ അവർ വ്യാപാരം ചെയ്യുന്നത് ഒരു 40 വർഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. പിന്നെ നമ്മൾ വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് പോയപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ഈ ഒരു കടല പാക്കിങ് ചെയ്ത് വരുന്ന കാഴ്ച കാണുന്നത്. പാക്കിങ് ചെയ്തതിൻ്റെ മേലെയായിട്ട് അതിൻ്റെ ആ ഒരു കടലയുടെ ചെടികളെല്ലാം തന്നെ വെച്ചിട്ടാണ് പാക്കിങ് ചെയ്തിട്ടുള്ളത്. ഇതുപോലത്തെ കടലയാണ് ഈ ചാക്കിൽ മൊത്തത്തിലുള്ളത്. ഇത് വറക്കാനും മറ്റുമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ ഹോൾസെയിലായിട്ട് ഇവിടുന്ന് മേടിച്ച് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ ആ ഒരു കെട്ട് തുറന്നിട്ട് അതിൽ ഓവറായിട്ട് വെച്ച ആ ഒരു ചെടികളെല്ലാം തന്നെ എടുത്ത് മാറ്റിയതിന് ശേഷം അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു പാക്കേജിങ്ങിന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള റീഫില്ലിംഗ് ആണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് നിലത്ത് കിടക്കുന്ന ഒരു ചെടി എടുത്ത് നോക്കിയപ്പോൾ അതിലൊരു കടല കാണാൻ സാധിച്ചു.